ലെറ്റ് സി ഹൗ ഡേ 2 ഓഫ് അവർ അബഹ ട്രിപ്പ് വാസ്. അങ്ങനെ നല്ലൊരു വാം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് 2-3 ഡെസ്റ്റിനേഷനാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് അനാർ ഫാമിലോട്ട് പോയാലോ. ഇവിടുത്തെ അനാറിനേക്കാൾ എനിക്കിഷ്ടമായത് ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അതുമാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോജീനിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചുറ്റും നല്ല ബൊഗേൻവില്ല ഫ്ലവേഴ്സാണ് കേട്ടോ. എവിടെ നോക്കിയാലും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സ്പോട്ട് ഇതായിരുന്നു കേട്ടോ. നമ്മൾ വേറെ എവിടെയോ ചെന്നതുപോലെ ഉണ്ടായിരുന്നു. ഫുൾ ഡ്രൈ ലീഫൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് നമ്മൾ നേരെ പോയത് ഓറഞ്ച് ഫാമിലോട്ടായിരുന്നു. ഇവിടുത്തെ ഓറഞ്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല പുളിയും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാദ്യം കിട്ടിയ ഓറഞ്ചിന് നല്ല പുളിപ്പായിരുന്നു, പിന്നെ പൊട്ടിച്ച ഓറഞ്ചിന് നല്ല മധുരവും. ആഹാ, നല്ല രസമായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഓറഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ചുരം ഇറങ്ങി ഈ പോകുന്നതാണ് അബഹയിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള 2 സ്പോട്ടിലോട്ട്. ഇതാണ് റിജാൽ അൽമ. എനിക്ക് തോന്നുന്നത് അബഹ എന്ന് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പിക്ചർ തന്നെയാണ് റിജാൽ അൽമ ഹെറിറ്റേജ് വില്ലേജ്. കാരണം ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീൽസും ഫോട്ടോസും ഞാൻ തന്നെ ഇതിനെപ്പറ്റി കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ടാണ് മെയിൻലി എനിക്ക് അബഹയിലോട്ട് വരണമെന്ന് തന്നെ ഭയങ്കര ആഗ്രഹം തോന്നിയത്. ആൻഡ് ദിസ് വാസ് അവർ മോസ്റ്റ് ഫേവറേറ്റ് സ്പോട്ട് ഇൻ അബഹ. ഇത് തന്നെയായിരുന്നു അതിമനോഹരമായ കാഴ്ചകളിൽ ഒരു കാഴ്ച. ആൻഡ് ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ഹണി കോട്ടേജിലോട്ടാണ്. ഇവിടെ കയറി ചെല്ലുമ്പം തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവരിത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് അടിപൊളിയാണ്. കയറി ചെല്ലുമ്പം തന്നെ ഒരു നല്ല വിൻമില്ലും പിന്നെ ബോഗൻവില്ല ഫ്ലവേഴ്സും ചുറ്റുമായിട്ട് നല്ല തണുത്ത കാറ്റും പിന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങോട്ട് നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടാണ് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ കുറച്ച് പേര് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ കേട്ടോ. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ വിശ്വസിക്കുമായിരിക്കും. 53 വെറൈറ്റി ടൈപ്പ് ഓഫ് ഹണി ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടും. ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഇത്രയും വിവിധ തരത്തിലുള്ള ഹണി ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും അതൊരു അടിപൊളി പാർട്ടായിരുന്നു. ഞങ്ങളെല്ലാം പതുക്കെ എൻജോയ് ചെയ്ത് ടേസ്റ്റ് ചെയ്തു. ഇനിയും ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കാണാനും ഫോട്ടോ എടുക്കാനും. കുറേ ക്യൂട്ടായിട്ട് കുറേ എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. കുഞ്ഞ് TV, പിന്നെ പഴയ കുറേ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് ഈ ഫ്ലവർ സ്പോട്ട്. ഇവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ പറ്റും. നിങ്ങൾ അബഹയിൽ വരുന്നുണ്ടെങ്കിൽ റിജാൽ അൽമയും ഹണി കോട്ടേജും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. വേറെ എന്തൊക്കെ മിസ് ചെയ്താലും ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല.